ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? ഇംഗ്ലീഷാണ്. ക്ലാസ് 2-ലെ ഇംഗ്ലീഷ് ഏതാണ്? ചാപ്റ്റർ 4 ടേം 2 ആണ്. ചാപ്റ്റർ 4 പ്രിൻസസ് അറോറയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാവോ? കഥയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ വായിച്ചിട്ട് കഥ പറയാം കേട്ടോ. ചാപ്റ്റർ 4 പ്രിൻസസ് അറോറ. കുഞ്ഞു ചാപ്റ്ററാണ് കേട്ടോ, കുഞ്ഞു ചാപ്റ്ററാണ്. ഈ കഥ നിങ്ങൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നോക്കാം. വൺസ് അപ്പോൺ എ ടൈം there lived a king and queen who had a pretty daughter named Princess Aurora. Her parents had called a lot of fairies for the christening, and they did not invite the evil fairy. This annoyed the fairy, who cursed the child, saying that she would die by the prick from the spindle of a spinning wheel. Fortunately, one of the good fairies who had been invited for the christening was able to help by saying that the princess would be pricked but would not die. She would instead sleep for 100 years. She was blessed by all the good fairies, and she grew up to be a beautiful, kind, obedient young girl. Okay, നമുക്ക് നോക്കാം. നോക്കിക്കോ, ശ്രദ്ധിച്ചോ എല്ലാവരും. Once upon a time there lived a king and a queen who had a pretty daughter named Princess Aurora. എന്താണ്? നമ്മൾ കഥയിലൊക്കെ പറയും പണ്ടൊരിക്കൽ. അതുപോലെ ഒരിക്കൽ ഒരു രാജ്യത്ത് ആരുണ്ടായിരുന്നു? എ കിങ് ആൻഡ് എ ക്യൂൻ, ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. ഹു ഹാഡ് എ പ്രിറ്റി ഡോട്ടർ നെയിം പ്രിൻസസ് അറോറ. നല്ല ഭംഗിയുള്ളൊരു വാവ അല്ലെങ്കിൽ മകൾ. അവർക്ക് നല്ല ഭംഗിയുള്ളൊരു മകളുണ്ടായിരുന്നു. പേരെന്താണ്? പ്രിൻസസ് അറോറ, രാജകുമാരി അറോറ. പ്രിൻസസ് അറിയാലോ, രാജകുമാരി. Her parents had called a lot of fairies for the christening, and they did not invite the evil fairy. എന്താണ് ക്രിസ്റ്റ്യനിങ്? ക്രിസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൂലുകെട്ടൊക്കെ ഇല്ലേ, 28 നൂലുകെട്ട്. ഈ നൂലുകെട്ട് അതായത് പേര് വിളിക്കുന്നില്ലേ, നമ്മൾ പേരിടൽ ചടങ്ങ്. പിന്നെ ഈ ക്രിസ്ത്യൻസിന് ഈ മാമോദിസ. അപ്പം നമ്മൾ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മൾ ക്ഷണിക്കുമല്ലോ, ബന്ധുക്കളെയും എല്ലാവരെയും ക്ഷണിക്കില്ലേ. അതുപോലെ ഈ മാമോദിസയ്ക്ക് എന്താണ്, ഈ രാജാവ് എന്തെയാണ് എല്ലാ ഫെയറീസ് എന്ന് പറഞ്ഞാൽ ദേവതയെന്നോ മാലാഖയെന്നോ പറയാം. എല്ലാ ദേവതമാരെയും അല്ലെങ്കിൽ എല്ലാ മാലാഖമാരെയും ക്ഷണിച്ചു. They did not invite the evil fairy. പക്ഷെ ആരെ ക്ഷണിച്ചില്ല? ഒരു ദുഷ്ടദേവത അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയെ. ഈവിൾ, നല്ലതല്ലാത്ത ഒരു മാലാഖയെ വിളിച്ചില്ല. ഈവിൾ ഫെയറി എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത മാലാഖയെന്നോ ദുഷ്ടദേവതയെന്നോ മന്ത്രവാദിയെന്നോ പറയാം. This annoyed the fairy, who cursed the child, saying that she would die by the prick from the spindle of a spinning wheel. എന്താണ് അങ്ങനെ? ഇതറിഞ്ഞ് ഈ ഈവിൾ ഫെയറി എന്ത് ചെയ്യും? അവിടെ വരും. ഈ മന്ത്രവാദി അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ ശപിക്കുകയാണ്. എന്താണ് ശപിച്ചത്? ഈ കുഞ്ഞ് വളരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഷീ വുഡ് ഡൈ ബൈ ദ പ്രിക്ക് ഫ്രം ദ പ്രിക്ക് എന്ന് പറഞ്ഞാൽ കുത്തുക. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ സൂചി പോലെ കൂർത്ത ഒരു സാധനം. ഓഫ് എ സ്പിന്നിങ് വീൽ. സ്പിന്നിങ് വീൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ നെയ്ത്ത് ചക്രമില്ലേ, ആ ചക്രത്തിലെ സ്പിൻഡിൽ, ഈ കൂർത്തിരിക്കുന്ന ഭാഗം ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ കുട്ടിയെ കുത്തിയിട്ട് എന്ത് ചെയ്യും? ഈ കുട്ടി മരിച്ചു പോകുമെന്ന് ആര് ശപിച്ചു? ഈ മന്ത്രവാദി ശപിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനുഗ്രഹം കൊടുത്തപ്പോൾ എന്താണ്? ഈ മന്ത്രവാദി ശപിക്കുകയാണ് ഈ കുട്ടിയെ. Fortunately, one of the good fairies who had been invited for the christening was able to help by saying that the princess would be pricked but would not die. ഭാഗ്യവശാൽ എന്താണ്? ഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഭാഗ്യവശാൽ. വൺ ഓഫ് ദ ഗുഡ് ഫെയറീസ്, ഒരു നല്ല, അതായത് നല്ല മാലാഖ അല്ലെങ്കിൽ നല്ല മന്ത്രവാദി, മറ്റേ ദുഷ്ടമല്ലേ.
നല്ല ഒരു മാലാക അല്ലെങ്കിൽ നല്ല ദേവത എന്ത് ചെയ്യാണ് ഈ ക്രിസ്ത്യാനിക്ക് അതായത് ഈ മാമോദിസയ്ക്ക് വേണ്ടി ക്ഷണിച്ച നല്ല ദേവത എന്ത് പറയാണ്, അങ്ങനെ ഈ കുഞ്ഞ് മരിക്കില്ല പക്ഷെ കുത്തും, അതായത് ഈ സൂചി ഇവളുടെ കയ്യിൽ കുത്തും പക്ഷെ കുട്ടി മരിക്കില്ല. ഷീ വുഡ് ഇൻസ്റ്റഡ് സ്ലീപ് ഫോർ 100 years. പക്ഷെ എന്നാൽ എന്താണ് സംഭവിക്കുക, 100 വർഷത്തോളം ഈ കുട്ടി ഉറങ്ങിപ്പോകും എന്ന് ഇവർ ശപിച്ചതിനൊരു ഇതായിട്ട് ഈ മാലാഖ എന്ത് ചെയ്തു, ആ കുട്ടിയെ ബ്ലെസ് ചെയ്യുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഷീ വാസ് ബ്ലെസ്ഡ് ബൈ ഓൾ ദ ഗുഡ് ഫെയറീസ്. ഷീ ഗ്രൂ അപ്പ് ടു ബി എ ബ്യൂട്ടിഫുൾ കൈൻഡ് ഒബീഡിയൻറ്റ് യങ് ഗേൾ. അങ്ങനെ അവിടെ വന്ന ബാക്കിയുള്ള എല്ലാ ദേവതമാരും ഈ കുട്ടിയെ ബ്ലെസ് ചെയ്യുക, അനുഗ്രഹിച്ച് അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഷീ ഗ്രൂ അപ്പ് ടു ബി എ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള കൈൻഡ്, എന്താണ് നല്ല എല്ലാവർക്കും സഹതാപവും സഹായവും ഒക്കെ ഉള്ള ഒരു അനുസരണയുള്ള നല്ലൊരു കുട്ടി ആയിട്ട് ഈ കുട്ടി എന്തെയാണ് വളർന്ന് വരെയാണ്, നല്ലൊരു രാജകുമാരിയായിട്ട് ഈ കുട്ടി വളർന്നു വന്നു. അടുത്ത നെക്സ്റ്റ് പേജ് എല്ലാവരും നോക്കിക്കോ, ശ്രദ്ധിച്ചോ, അടുത്ത പേജാണ്. As predicted on her 16th birthday, Princess Aurora, while working at the spinning wheel, pricked her finger. She went into a deep sleep. Everybody in the castle, all of them went into a deep sleep along with her. 100 years later, a young prince who was passing by entered the castle. He found the beautiful princess fast asleep, and he leaned over her to kiss her. This broke the spell, and soon everyone in the castle woke up from their deep sleep. The prince married the princess, and they lived happily ever after. നോക്കിക്കോ, ശ്രദ്ധിച്ചോ, അർത്ഥം പറയാണ്, നോക്കിക്കോ കേട്ടോ. As predicted on her 16th birthday, Princess Aurora, while working the spinning wheel, pricked her finger. എന്താണ്, അന്ന് ശപിച്ചില്ലേ ഈ കുട്ടിയെ, മാമോദിസ മുഖ്യ സമയത്ത് ദുർമന്ത്രവാദി ഈ കുട്ടിയെ ശപിച്ചിരുന്നു. എന്താണെന്ന്, ഈ കുട്ടി വളരുമ്പോഴത്തേക്കും സ്പിന്നിങ് വീലിലെ സൂചി തട്ടി കുട്ടി മരിച്ചു പോകുന്നു. അതുപോലെ ഈ പ്രവചിച്ചതുപോലെ പ്രവചിച്ച പോലെ 16th ബർത്ത്ഡേ 16ാമത്തെ പിറന്നാളിന് പ്രിൻസസ് അറോറ, അതായത് ഈ രാജകുമാരി എന്ത് ചെയ്യാണ്, വർക്കിംഗ് ഓൺ അറ്റ് ദ സ്പിന്നിങ് വീൽ, ഈ നെയ്യണ സ്പിന്നിങ് വീലിൽ ചലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കയ്യിൽ വിരലിൽ എന്ത് ചെയ്തു, ഇത് കുത്തി. ഷീ വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് സ്ലീപ്പ്. എന്ത് ചെയ്തു, അപ്പം മറ്റേ ദേവത എന്ത് ചെയ്തു, ബ്ലെസ് ചെയ്തില്ലേ, മരിക്കില്ല പക്ഷെ ഉറങ്ങിപ്പോവും. അതുപോലെ എന്ത് ചെയ്തു, ഇത് കുത്തിയ സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്തു, അങ്ങനെ ഉറങ്ങിപ്പോയി. ഡീപ്പ് സ്ലീപ്പ്, ദീർഘനിദ്ര, അതായത് നല്ല രീതിയിൽ ഉറങ്ങുകയാണ്. എവരിബഡി ഇൻ ദ കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കോട്ടയെന്നോ കൊട്ടാരമെന്നോ പറയാം കേട്ടോ. ഓൾ ഓഫ് ദം വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് സ്ലീപ്പ് അലോങ് വിത്ത് ഹർ. എന്താണ്, എവരിബഡി ഇൻ ദ കാസ്റ്റിൽ, എല്ലാവരും, കോട്ടയിലുള്ള എല്ലാവരും അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്തു, ഈ കുഞ്ഞ് ഉറങ്ങിയതുപോലെ, അതായത് ഈ കുട്ടി ഉറങ്ങിയതുപോലെ എല്ലാവരും അതുപോലെ അങ്ങ് മയങ്ങി വീഴയാണ്, എല്ലാവരും ഉറങ്ങി. 100 years later, a young prince who was passing by entered the castle. He found the beautiful princess fast asleep, and he leaned over her to kiss her. This broke the spell, and soon everyone in the castle woke up from their deep sleep. The prince married the princess, and they lived happily ever after. അപ്പോൾ എന്താണ്, 100 years later, 100 വർഷം കഴിഞ്ഞു. A young prince was passing by entered the castle. എന്താണ്, യങ് പ്രിൻസ്, അതായത് യുവരാജാവ് എന്ത് ചെയ്യണം, അതുവഴിക്ക് പോവുകയാണ്. ഈ കോട്ടയിൽ ഇത് സൈഡ് പോയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ കോട്ടയിലോട്ട് ഒന്ന് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു, ഹി ഫൗണ്ട് ദ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ഫാസ്റ്റ് അസ്ലീപ്പ്, ആൻഡ് ഹി ലീൻഡ് ഓവർ ഹർ ടു കിസ് ഹർ. എന്താണ്, അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു നല്ല ഭംഗിയുള്ള രാജകുമാരി കിടന്നുറങ്ങുന്ന കണ്ടു. ഹി ലീൻഡ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞെന്ത് ചെയ്തു, ഈ കുട്ടിക്ക് ഉമ്മ കൊടുത്തു, ഈ രാജകുമാരിക്ക് ഉമ്മ കൊടുത്തു. ദിസ് ബ്രോക്ക്
the spell, and soon everyone in the castle woke up from their deep sleep. This broke the spell. Spell എന്ന് പറഞ്ഞാൽ എന്താണ്? ശാപം. ഈ ശാപം എന്ത് ചെയ്തു? അപ്പോഴേ ഈ ഉമ്മ കൊടുത്ത സമയത്ത് ശാപം പോയി, മാറി. ആൻഡ് സൂൺ, പെട്ടെന്ന് തന്നെ, എവരിവൺ, എല്ലാവരും, ഇൻ ദ കാസ്റ്റിൽ കൊട്ടാരത്തിൽ എല്ലാവരും എന്ത് ചെയ്തു? വോക്കപ്പ്, എഴുന്നേറ്റു. എന്താണ്? ഈ ദീർഘനിദ്രയിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റു, എല്ലാവരും ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ദ പ്രിൻസ് മാരീഡ് ദ പ്രിൻസസ് ആൻഡ് ദേ ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. എല്ലാ കഥയിലും പറയും പോലെ ഈ യുവരാജാവ് എന്ത് ചെയ്തു? ഈ രാജകുമാരൻ എന്ത് ചെയ്തു? ഈ രാജകുമാരിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ ഇതാണ് കഥ. എല്ലാവരും പഠിക്കുക. ഇനി എന്താണ്? ക്രിസ്മസ് എക്സാം അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വായിച്ച് പഠിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ എക്സസൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ എന്നെ സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, താങ്ക് യു.